മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരെ കാണുക എന്ന് പറയുന്നത് എനിക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങുന്ന മലപ്പുറത്താണ്. മലപ്പുറത്തെ അന്നത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ നൽകിയ പിന്തുണയും സഹായവും ഒക്കെ വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെത്തുമ്പോൾ മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകരോട് എനിക്ക് വൈകാരികമായ ഒരടുപ്പവും സ്നേഹവും ഉള്ളിൽ തോന്നാറുണ്ട്. അത് പഴയകാലത്ത് മുതലുള്ള വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള 45 വർഷം മുമ്പുള്ള ഇന്നത്തെ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമാണ്. അവർ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പലരും തലമുതിർന്ന ആളുകളായി നമുക്കിടയിലുണ്ട്. ഇന്ന് മാധ്യമ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. അന്നത്തെ കാലം പോലെയല്ല ഇന്ന്. സാങ്കേതിക വളർച്ച വളരെ വലുതാണ്. അതിൻ്റെ മാറ്റങ്ങൾ ഇന്നുണ്ട്. എങ്കിലും ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ മലപ്പുറത്ത് പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തി. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഗവൺമെൻറ് വലിയ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഗവൺമെൻറ്റാണ് എന്ന തോന്നൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ വളരെ വലുതാണ്. 10 വർഷക്കാലത്തെ ഒരു ഭരണത്തിൽ നിന്ന് മാറ്റമുണ്ടായി. പുതിയൊരു ഗവൺമെൻറ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നൽകിയ പിന്തുണയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ആ ജനവിഭാഗങ്ങളുടെ ഒക്കെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും വളരെ വലുതാണ്. അതിനനുസരിച്ച് ഉയരുക എന്നുള്ളത് വളരെ വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ്. കാരണം ജനങ്ങൾ അത്രയധികം ആഗ്രഹിക്കും. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച വൈറ്റ് പേപ്പർ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. ഗവൺമെന്റ് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം അതിനകത്ത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാമ്പത്തിക സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സർവ്വതലങ്ങളിലും ഒരു വളർച്ചയല്ല, മുരടിപ്പിൻ്റെതായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് നടുവിലാണ് UDF ജനങ്ങളോട് പറഞ്ഞ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള കാര്യം, അതോടൊപ്പം മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും സാമ്പത്തിക രംഗത്തുള്ള ഈ പ്രയാസങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം നൽകുന്നതിനുള്ള എല്ലാവിധ ശ്രമവും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ അത് വളരെ പെട്ടെന്ന് നൽകുക, അത് സുതാര്യമായി നൽകുക, ഒരു സംശുദ്ധമായ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് ദശാബ്ദങ്ങളോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു കാര്യം, നമ്മുടെ പല നിയമങ്ങളും റവന്യൂവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 140-ലധികം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ പലതും ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കാലഘട്ടം മുതലുള്ള 5 ദശാബ്ദങ്ങളുടെയും 6 ദശാബ്ദങ്ങളുടെയും പഴക്കമുള്ള നിയമങ്ങളാണ്. അത്തരം നിയമങ്ങൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന നിയമങ്ങൾ ഇന്ന് മാറിയ സാഹചര്യത്തിൽ പരിഷ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിയമങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കരിക്കേണ്ട ഭാഗമായിട്ട് അത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ വെക്കുകയും ആ കമ്മിറ്റി ഉടൻ തന്നെ കമ്മിറ്റി വരും. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള നിയമങ്ങൾ കാലാനുസൃതമായ മാറ്റം വരും. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിന്ന് ഏറ്റവും പ്രധാനമായി വരുന്നത് പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ പട്ടയങ്ങൾ പരമാവധി വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന
സാഹചര്യം ഉണ്ടാവണം. എല്ലാ രീതിയിലും ഇന്ന് പല പട്ടയങ്ങളും നൽകുമ്പോൾ വനഭൂമിയുമായി ബന്ധപ്പെട്ട പട്ടയങ്ങളായാലും തീരദേശത്ത് കടൽ പുറമ്പോക്കുമായി ബന്ധപ്പെട്ട പട്ടയങ്ങളായാലും ആ പട്ടയങ്ങളൊക്കെ നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പട്ടയം ലഭിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കണ്ടീഷനുണ്ടാകും, ഒരുപാട് വ്യവസ്ഥകളുണ്ടാകും. ആ വ്യവസ്ഥകളില്ലാത്ത രീതിയിൽ പട്ടയങ്ങൾ നൽകുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഉപാധികളില്ലാത്ത പട്ടയം നൽകുന്നതിന് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് ആയിരക്കണക്കിന് ഭൂമിയുടെ തരം മാറ്റം ബന്ധപ്പെട്ട ഫയലുകളാണ് ഓരോ ജില്ലയിലുമുണ്ട്. അത്തരം തരം മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ തലത്തിൽ തന്നെ അദാലത്തുകൾ സംഘടിപ്പിക്കും. അതിനകത്ത് സൗജന്യമായി നൽകുന്ന 25 സെന്റിന് താഴെയുള്ള തരംമാറ്റ അപേക്ഷകളായിരിക്കും അതിനകത്ത് പരിഹരിക്കുന്ന ഗവൺമെന്റിന് വേണ്ടി പരിഹരിക്കുക. അപ്പൊ അത്തരത്തിൽ 25 സെന്റിന് താഴെയുള്ള ഭൂമി തരംമാറ്റത്തിന്റെ അപേക്ഷ നമുക്ക് ജില്ലാ തലത്തിലുള്ള അദാലത്തിലൂടെ കുറേയേറെ പരിഹരിക്കാൻ കഴിയും. കെട്ടിക്കിടക്കുകയാണ് ആയിരക്കണക്കിന് ഓരോ ജില്ലകളും. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും. അതുപോലെ തന്നെ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗവൺമെന്റ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ തന്നെ കാലോചിതമായ മാറ്റം, തോട്ടം ഭൂമിയുടെ സ്വാഭാവികമായ തരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ എങ്ങനെ വൈവിധ്യം അനുവദിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് പരിശോധിക്കും. അത് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വ്യവസായിക രംഗത്തുൾപ്പെടെ ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് UDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ തോട്ടം മേഖലയിൽ 5 സെന്റ് സ്ഥലം ടൂറിസം പർപ്പസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നടത്തുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം UDFന്റെ കാലത്ത് എടുത്തിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മാറിയ സാഹചര്യത്തിൽ വ്യവസായിക ആവശ്യങ്ങൾക്കൊക്കെ സ്ഥലം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ആ സ്ഥലം കണ്ടെത്തുമ്പോഴും നിലവിലുള്ള തോട്ടം ഭൂമിയുടെ എല്ലാ രീതിയിലുള്ള മാറ്റമല്ല, മറിച്ച് അതിൻ്റെതായ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് വൈവിധ്യം കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമം നടത്തും. അത് നമുക്ക് അനിവാര്യമാണ് എന്ന ഒരു ചിന്ത എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഉള്ള സംവിധാനങ്ങൾ. ആ സംവിധാനത്തിന്റെ ഭാഗമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ലഭിക്കേണ്ട സേവനം അത് ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാർ, വില്ലേജ് ഓഫീസർമാർ മുതൽ താഴെത്തട്ടിലും, എന്നാൽ അതിൽ വ്യത്യസ്തമായ ആളുകളെയും കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംശുദ്ധമായിട്ടുള്ള ഒരു റവന്യൂ സർവീസ് ഇന്ന് ജനങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ഗവൺമെന്റിന് വളരെ കർശനമായ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. റവന്യൂമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കേണ്ട സേവനത്തിന് ഒരിക്കൽ പോകേണ്ടതിന് പകരം 9-10 തവണ പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചത് സംശുദ്ധമായ രീതി ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് 3 മേഖലകളിലായിട്ടുള്ള റവന്യൂ വിജിലൻസിൻ്റെതായ ഓഫീസുകളുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു രീതിയിലും പ്രയാസമില്ലാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഈ തോട്ടം മേഖലയിലെ വൈവിധ്യവൽക്കരണം എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യവസായങ്ങൾ അല്ല, നമുക്ക് പല രീതിയിലും ഇന്നുണ്ട്. ഇന്ന് പല രീതിയിലും തോട്ടം മേഖലയിൽ ഇന്ന് നിലവിലുള്ള നിയമം വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ വിളകളും അവിടെ ഇറക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല.
പക്ഷേ നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം വന്നപ്പോൾ ഞങ്ങളെടുത്തൊരു തീരുമാനമായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 100 ഏക്കർ വരുന്ന തോട്ടമുണ്ടെങ്കിൽ 5 ഏക്കർ സ്ഥലം അവിടെ മറ്റ് അനുബന്ധ ടൂറിസം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. ആ 5 ഏക്കറിൽ തന്നെ പകുതി കെട്ടിട നിർമ്മാണങ്ങൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ പരിമിതപ്പെടുത്തുക എന്നുള്ള അതിൻ്റെ ഒരു സ്വഭാവത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടേതായ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്ഥലം പലതിനും ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കത് വൈവിധ്യം കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ചട്ടഭേദഗതി നിലവിലുള്ള ചട്ടം 2008 ചട്ടമാണ് ഞാൻ ഓർക്കുന്നത് നിലവിലുള്ളത്. ആ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ചട്ടം ഭേദഗതി വരുത്തേണ്ട കാര്യങ്ങൾ ചട്ടം ഭേദഗതി വരുത്തും. അതോടൊപ്പം തന്നെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ തന്നെ 25 സെൻറ്റ് വരെ സൗജന്യമായിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം വെച്ചുകൊണ്ട് തന്നെ കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇന്ന് പലപ്പോഴും കൊടുക്കുന്നില്ല. ഞാൻ അതിൻ്റെ നമ്പർ എടുത്ത് നോക്കും, വലിയ രീതിയിലാണ് കേരളത്തിൽ തരം മാറ്റത്തിനുള്ള അപേക്ഷയുള്ളത്. അപ്പോൾ 25 സെൻറ്റിന് താഴെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 5 സെൻറ്റ് 10 സെൻറ്റ് 15 സെൻറ്റൊക്കെ വരുന്നതാണ് ഭൂരിഭാഗം. ഒരു വീട് വെക്കുന്നതിന്, പാവപ്പെട്ട ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണ് ആവശ്യപ്പെടുന്നത്. അതുപോലും കിട്ടാതെ ഭൂമിയുടെ അവകാശമില്ലാതെ ഇന്നലെ വന്നൊരു കേസ്, നമുക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് വീട് പാസ്സായി, പക്ഷേ ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല 5 സെൻറ്റ് ഭൂമിക്ക് എന്നാണ്. അപ്പം ആ രീതിയിലുള്ള സാധാരണക്കാർക്കും പാവപ്പെട്ടവരുമാണ് 25 സെൻറ്റിന് താഴെ ഭൂരിഭാഗം ആളുകൾ വരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വീട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ നമുക്ക് പരമാവധി വേഗത്തിൽ അത് നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പ്രോഗ്രാം ഞങ്ങൾ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നേരത്തെ ചോദ്യത്തിനും പ്രസക്തിൻ്റെ നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഗവൺമെന്റ് പരിശോധിക്കും. തീർച്ചയായിട്ടും അതാണ് സർക്കാരിന്റെ ഭാഗമായിട്ടല്ല ഞാൻ പറയുന്നത്. സർക്കാരിന് വിട്ടല്ലല്ലോ നമ്മള്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ അത്തരം വിവാദങ്ങളൊക്കെ ഈ സർക്കാരിന്റെ കൂടെ തന്നെയുണ്ട്. അതിന്റെ ആദ്യപടിയാണ് ഇന്നലത്തെ രാജി എന്ന് പറയുന്നത്. ഇതിലെന്താണ് താങ്കളുടെ നിലപാട്? അല്ല, ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. എല്ലാവരും പാർട്ടിയും അതിനകത്ത് പറഞ്ഞതാണ്. ഇന്ന് അത് രാജിവെച്ച് കഴിഞ്ഞു, ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ മുൻകാലങ്ങളിലെ LDF ഗവൺമെന്റിന്റെ കാലത്തുള്ള ബന്ധു നിയമനം പോലെയുള്ള ഒരു നിയമനമായിട്ട് അതിനെ വ്യാഖ്യാനിക്കരുത്. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ വന്നിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി വന്ന് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി, കണ്ണൂർ DCC പ്രസിഡന്റ്, കണ്ണൂർ DCC നിർദ്ദേശ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്റ്റാഫിൽ വെച്ചത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു പൊതുവികാരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനും അദ്ദേഹം തയ്യാറായി. അപ്പോൾ കഴിഞ്ഞ കാലത്തുള്ള ബന്ധു നിയമനത്തിന്റെ സ്വഭാവമല്ല ഇപ്രാവശ്യത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ബന്ധു നിയമനത്തിനുള്ളത് എന്ന് ഞാനെ കുറിച്ച് പറയുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും ജനവികാരം, ജനത്തിന് അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളും മാധ്യമങ്ങളും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന കഴിഞ്ഞകാല ഗവൺമെന്റിന്റെ സമീപനമല്ല. ഇത്രയും രാഷ്ട്രീയ പശ്ചാത്തലവും പാരമ്പര്യമുള്ള ഒരു നേതാവായിട്ട് പോലും അതിന് അർഹനാണ് അദ്ദേഹം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബന്ധുവാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം വന്നപ്പോൾ ഉടൻ തന്നെ രാജിവെക്കുകയും ചെയ്തു. ജനങ്ങളെ വെല്ലുവിളിക്കാൻ പോയിട്ടില്ല. ഗവൺമെന്റിന്റെ സമീപനം അതാണ്. ഈ ചൂരൽമല പുനരധിവാസ പദ്ധതി ഇനിയിപ്പോൾ ഒരു ആദ്യഘട്ടമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വലിയ ടൗൺഷിപ്പ് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇനി എങ്ങനെയാണ് അടുത്ത ഘട്ടം? ഞാൻ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്, മാധ്യമങ്ങളോട് ഉൾപ്പെടെ. ഞാൻ ആദ്യഘട്ട മീറ്റിംഗ് വയനാട് വെച്ച് നടന്നിരുന്നു. ആ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അന്നേ ദിവസം തിരുവനന്തപുരത്ത് എനിക്ക് വേറെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട്. പക്ഷേ കൃഷി വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ LSGD മിനിസ്റ്ററും അതിൽ പങ്കെടുത്തു. പിന്നീട് ടൗൺഷിപ്പിൽ ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു. അവിടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്തു. ഇതുവരെ 176 വീടുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന വീടുകൾ സെപ്റ്റംബറിൽ പൂർത്തീകരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ എത്രത്തോളമായി എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് വളരെ വേഗത്തിൽ തന്നെ
ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. കൂടിച്ചേർക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാല് ഈ മുണ്ടക്കൈ കോൺഗ്രസിന്റെ ഉണ്ടല്ലോ, അതിന്റെ ഭാവി എന്താണ്? അതിന്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ലാൻഡ് പൂർണ്ണമായിട്ട് ലാൻഡ് എടുത്തു കഴിഞ്ഞു. ആ ലാൻഡിനകത്ത് ചില അംഗീകാരങ്ങൾ വേണ്ടതുണ്ട്. ലാൻഡ് ഡെവലപ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ട അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി നീങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ലഭ്യമാകും. ഭൂമി പൂർണ്ണമായി എടുത്തു കഴിഞ്ഞു. അത് ലഭ്യമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കും. ഗുണഭോക്താക്കളെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ഗുണഭോക്താക്കൾക്ക് അത് നൽകുകയും ചെയ്യും. അല്ല, ഞങ്ങൾ 100 വീട് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലഭ്യമായ പണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗവൺമെന്റ് സംവിധാനവും കാര്യങ്ങളും ആവശ്യത്തിന് പണം ഉണ്ടായിട്ട് പോലും നമുക്ക് ഇത്ര 176 വീടേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നമ്മളിത് പൂർത്തീകരിച്ചു കൊടുക്കും. 100 വീടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മളത് ചെയ്യും. അല്ല, അതിന്റെ വിശദാംശങ്ങളാണ് ജില്ലയുമായിട്ട് ബന്ധപ്പെടുന്ന സിദ്ദീഖ മിനിസ്റ്ററാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിന്റെ വ്യക്തമായ കണക്ക് അദ്ദേഹത്തിന്റെ അടുത്താണുള്ളത്. എത്ര കുടുംബങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞു, എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. പക്ഷെ 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ, വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാ NOC ഉൾപ്പെടെ എല്ലാ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ആരംഭിക്കും. അതിന് യാതൊരു തടസ്സവും ഉണ്ടാവും. അതിനകത്ത് അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായിട്ട് തോന്നും. പക്ഷെ ഞാനതുമായി ബന്ധപ്പെട്ടുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഗവൺമെന്റിന് പല കാര്യങ്ങളും, അവിടുത്തെ ലാൻഡിന്റെ കാര്യത്തിലുള്ള പല തീരുമാനങ്ങളും ഗവൺമെന്റിന് പലപ്പോഴും എടുക്കാൻ കഴിയും. ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അങ്ങനെ പൊതുവായി ഗവൺമെന്റിന്റെ പദ്ധതികൾ ആരംഭിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട്. ഒന്ന് ലാൻഡ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്. പ്രശ്നങ്ങളില്ലാത്ത ലാൻഡ് വയനാട്ടിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ദൗത്യമാണ്. അപ്പോൾ ആ ലാൻഡ് കണ്ടെത്തി കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റു കുറേ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹരിക്കാൻ സമയമെടുത്തു. നമുക്ക് സ്ഥലമെടുത്ത് ഒരു വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉൾപ്പെടെ പറയുക അതിന് അംഗീകാരമില്ല, ഇതിനെ വേണ്ടത്ര പ്ലാനിംഗ് ബോർഡിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പഞ്ചായത്തിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ എല്ലാം പഞ്ചായത്തിൽ ലഭിക്കേണ്ട അംഗീകാരം ഉൾപ്പെടെ എല്ലാ ഭാഗത്തു നിന്നുള്ള അംഗീകാരം ലഭിക്കുന്നതിനും അല്പം കാലതാമസം എടുത്തു എന്നത് ശരിയാണ്. പക്ഷേ വീട് പണി ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അത് പൂർത്തീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ എന്തെങ്കിലും പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദാംശങ്ങൾ എടുക്കാനുണ്ട്. ആ വിശദാംശങ്ങൾ ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരിസ്ഥിതികമായുള്ള പല പ്രശ്നങ്ങളും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ പറയാം, ഇതിനകത്ത് പൊതുവായിട്ട് അതിൽ തീരുമാനമെടുത്തില്ല. എല്ലാ വിഭാഗം ആളുകളുമായി ഇതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ളവർ ആരൊക്കെയാണോ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് കരുതുന്നത്. അതിനുള്ള ശ്രമങ്ങളും നടപടിക്രമങ്ങളും ഇപ്പോൾ നടക്കുന്നത്. ഒരു ക്ലാസ്സിൽ 65 വിദ്യാർത്ഥികളൊക്കെ പഠിക്കേണ്ട അവസ്ഥ ഇപ്പോൾ മാർക്കിൽ. എന്നാൽ പോലും 4000-ലധികം വിദ്യാർത്ഥികൾ അപേക്ഷകളുടെ വെച്ച് നോക്കുമ്പോൾ അൺഎയ്ഡഡ് സീറ്റ് കുട്ടികൾ പോലും പുറത്തെടുക്കുന്ന അവസ്ഥയാണ്. കാരണങ്ങളായി UDF വലിയ സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ 3ാമത്തെ ക്യാബിനറ്റിൽ തന്നെ ഞങ്ങൾ അതിനകത്ത് വ്യക്തമായി സൂചിപ്പിച്ച ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവരുത്. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്താൻ ക്യാബിനറ്റ് തന്നെ തീരുമാനമെടുത്താൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അഡ്മിഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരമാവധി സീറ്റുകൾ നൽകും. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് സീറ്റുകൾ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇത്തവണ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലയിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എവിടെ വരെ എത്തിയോ? ഏതൊരു ദിനം നേരിടാൻ ജില്ല ഇപ്പോൾ സജ്ജമായിട്ടുണ്ടോ?
നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രി ആണ് അതിൻ്റെ ചെയർമാൻ, റവന്യൂ മിനിസ്റ്ററാണ് വൈസ് ചെയർമാൻ. ഞങ്ങൾ സംസ്ഥാന തലത്തിൽ അതിൻ്റെ യോഗം വിളിച്ചു. 14 ജില്ലകളിലും മന്ത്രിമാർക്ക് ചുമതല നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 14 ജില്ലകളിലും മന്ത്രിമാർ മീറ്റിംഗ് എടുത്തു. ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ, ഏത് രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടായാലും അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ട്. അടിയന്തരമായി കാര്യങ്ങൾക്ക് നൽകേണ്ടതായ പണം നമ്മുടെ പഞ്ചായത്തുകൾക്കും വില്ലേജുകൾക്കും നൽകുന്നതിനുള്ള പണം ഗവൺമെൻറ് ഇതിനകം നൽകിയിട്ടുണ്ട്. ഈ വയനാട് പദ്ധതിയുമായി സർക്കാർ പദ്ധതിയുമായിട്ട് UDF പരോക്ഷമായിട്ടാണ് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരാളുകളും കരാറിനെതിരെ അവിടുത്തെ നിർമ്മാണത്തിൽ അപാകതകൾ, നിർമ്മാണ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലുള്ള അന്വേഷണം ഞാൻ പറഞ്ഞതിനകത്തുണ്ടല്ലോ. ഞാനിപ്പോൾ അതിനകത്ത് മുൻവിധിയോടുകൂടി ഒന്നും പറയുന്നില്ല. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മുടെ ഈ പ്രസ് ക്ലബിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് 8 സെന്റ് ഭൂമിയുമായി ബന്ധപ്പെട്ട ലീസിന്റെ ഒരു വിഷയം കുറെ കാലങ്ങളായിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പം ഈ അവസാനത്തെ അന്ന് സർക്കാരിന്റെ ലാസ്റ്റ് മന്ത്രിസഭായോഗമായപ്പോൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അത് വരികയൊക്കെ ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ നമുക്കത് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത ആള് തന്നെ റവന്യൂ മന്ത്രിയായിട്ട് വന്നു നമുക്ക്. അപ്പം അതിന്റെ ആ കാര്യത്തിൽ കൂടി ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു തരണമെന്ന് ഉള്ളൊരു അഭ്യർത്ഥനയാണുള്ളത്. അപ്പം പ്രസ് ക്ലബിന്റെ ഞങ്ങളൊരു നിവേദനം ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. നിവേദനം കൈമാറാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.